നമുക്കൊരു ചിന്തയുണ്ട്, എന്നാണെന്നറിയാമോ? ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, ഞാനിപ്പോൾ കരഞ്ഞിരുന്നാൽ, ഞാൻ ഭക്ഷണം കഴിക്കാണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങാണ്ടിരുന്നാൽ, ഞാനിങ്ങനെ വിഷമിച്ചിരുന്നാൽ എല്ലാവരും എന്നോട് ചോദിക്കും, എന്താ ഇങ്ങനെ ഇരിക്കണേ, വന്ന് ഭക്ഷണം കഴിക്കുന്നേ, വന്ന് കിടന്ന് ഉറങ്ങുന്നേ, അല്ലെങ്കിൽ എന്നാ ഇങ്ങനെ കരയണ്ടാന്നേ എന്നൊക്കെ പറയുമെന്നായിരിക്കും നമ്മുടെ വിചാരം. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം കൂട്ടുകാരെ, വെറുതെയാണ് ഇങ്ങനെ ഇരുന്ന് നമ്മുടെ ജീവിതം കളയുള്ളൂ. ഈ പറയുന്ന വ്യക്തികൾ, അതായത് നമ്മൾ ആരെയാണോ ഉദ്ദേശിച്ച് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അവർ കിടന്നുറങ്ങുകയും ചെയ്യും, അവർ ഭക്ഷണം കഴിക്കുകയും ചെയ്യും, അവർക്ക് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യുകയും ചെയ്യും. നമ്മളെ ജീവിതം നമ്മൾ ഓർക്കും, ദൈവമേ ഒരു ഫീലും ഉണ്ടാവണില്ലല്ലോ എന്നിങ്ങനെ വിചാരിക്കുകയും ചെയ്യും. ശരിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പം നമ്മൾ എന്ത് ചെയ്യണേ? ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല. അത് നമ്മൾ തന്നെ തോൽക്കുകയുള്ളൂ, നമ്മുടെ ആരോഗ്യം പോവുകയുള്ളൂ, നമുക്ക് അസുഖങ്ങൾ വന്ന് പെടുകയേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യുക, നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മളെന്നിട്ട് ഭക്ഷണം കഴിച്ചോളുക, ഉറങ്ങിക്കോളുക, എന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ള പറഞ്ഞു കൊടുക്കുക. മനസ്സിലായില്ലെങ്കിലുണ്ടല്ലോ, ആ വഴി പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ വഴി, നമുക്ക് നമ്മുടെ വഴി എന്നും പറഞ്ഞ് ഉപേക്ഷിക്കാനല്ല പറയുന്നത്. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ നേടിയെടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക. അതല്ലാതെ എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ടും എല്ലാവരും നമ്മളെ സന്തോഷിപ്പിക്കുമെന്ന് ഓർത്തും ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല കേട്ടോ. അങ്ങനെ ഒരിടത്തും കിട്ടിയില്ലെന്നേ. അതാണ് ജീവിതം. ഒത്തിരി ആൾക്കാരിങ്ങനെ കാണിക്കുന്നുണ്ട്, പട്ടിണി കിടക്കുക, കരയുക, ഉറങ്ങാതിരിക്കുക, കുളിക്കാതിരിക്കുക, മുടി ചീവാതിരിക്കുക, ഇങ്ങനെയൊക്കെ വേഷം കെട്ടിയിട്ടും ഒരു പ്രയോജനം ആരുടെയും ജീവിതത്തിൽ ഉണ്ടായതായിട്ട് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു പ്രയോജനമില്ല. എല്ലാവരും നമ്മളെ വെറുക്കുകയുള്ളൂ. നമ്മൾ പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കുകയില്ല. അപ്പോൾ ഈ പരിപാടികളൊക്കെ നിർത്തിയിട്ട് നമുക്ക് വേണ്ടി ജീവിക്കാം. അതല്ലേ വേണ്ടത്? നമ്മൾ സന്തോഷത്തോടെ ഇരുന്നേ, നമ്മളെ ഇഷ്ടപ്പെട്ട് ജീവിച്ചു നോക്കി. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരും, ഉറപ്പാണ്. ശരിയാണോ? ചിന്തിക്കുക.